യൂറോപ്പോടും ആഫ്രിക്കൻ ടീമുകളോടും അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ച സമീപനങ്ങൾ ഈ ലോകകപ്പിനെ തുടക്കത്തിൽ തന്നെ വിവാദത്തിൽ മുക്കിയതാണ്. ഇപ്പോഴിതാ ഏറെ ഗൗരവതരമായ മറ്റൊരാരോപണം കൂടി ഉയർന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് അമേരിക്കൻ ഫുട്ബോൾ ടീമിലെ താരത്തിന്റെ സസ്പെൻഷൻ ഫിഫ റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഫിഫയിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ ആശങ്കകൾ ഉയർത്തുന്നതാണ് ഈ നീക്കം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയുടെ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗണിനെ ചുറ്റിപ്പറ്റിയാണ് നിലവിലെ വിവാദം. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയ്ക്കെതിരായ റൗണ്ട് ഓഫ് 32 മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ബലോഗണിന് ചുവപ്പ് കാർഡ് ലഭിച്ചിരുന്നു. ഫിഫ നിയമങ്ങൾ പ്രകാരം ഒരു താരത്തിന് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് ലഭിച്ചാൽ സാധാരണയായി ടീമിന്റെ അടുത്ത മത്സരത്തിൽ നിന്ന് താരത്തിന് സസ്പെൻഷൻ ലഭിക്കും. അങ്ങനെ വരുമ്പോൾ ബെൽജിയത്തിനെതിരായ റൗണ്ട് ഓഫ് 16 നിന്ന് ബലോഗൺ പുറത്താകും. ഇങ്ങനെ തന്നെയായിരുന്നു ഇതുവരെ എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റോണിയെ വിളിച്ച് തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ ബലോഗണിന് ബെൽജിയത്തിനെതിരെ കളിക്കാനുള്ള അയോഗ്യത ഫിഫ റദ്ദാക്കുകയും ചെയ്തു. സസ്പെൻഷൻ പിൻവലിച്ചുവെന്നാണ് ഫിഫ അറിയിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ നടപടികൾ 1 വർഷത്തേക്ക് മരവിപ്പിക്കാനാണ് നിലവിൽ ഫിഫയുടെ തീരുമാനം. ഇക്കാലയളവിൽ താരം സമാന രീതിയിലുള്ള തെറ്റ് ആവർത്തിച്ചാൽ ഫിഫ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒറ്റ വിളിയിൽ ഒരു താരത്തിനു വേണ്ടി ഫിഫ അവരുടെ നിയമങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തിയിരിക്കുന്നു. ഫിഫ പറയുന്നതനുസരിച്ച് ജുഡീഷ്യൽ ബോഡിക്ക് അച്ചടക്ക ശിക്ഷ നടപ്പിലാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ അവരുടെ അച്ചടക്ക നിയമങ്ങളിലെ അനുച്ഛേദം 27 അനുവദിക്കുന്നുണ്ട്. അത് ശരിയുമാണ്. ഈ നിയമത്തിന്റെ ആനുകൂല്യം ഈ ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന താരത്തിനുൾപ്പെടെ ലഭിച്ചതുമാണ്. പക്ഷേ അത് ലോകകപ്പിന്റെ യോഗ്യതാ റൗണ്ടുകളിൽ ലഭിച്ച സസ്പെൻഷനുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന വ്യത്യാസം അവിടെയുണ്ട്. ബലോഗണിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച റെഡ് കാർഡിനെ ചൊല്ലി ഏറെ ചർച്ചകൾ നടന്നിരുന്നു. റെഡ് കാർഡ് കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വാദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൗളുകൾ അനുവദിക്കുന്നതായി ബന്ധപ്പെട്ട് 2026 ലോകകപ്പിൽ ഉയരുന്ന ആദ്യത്തെ വിവാദമല്ല ബലോഗണിന്റേത് എന്നാണ്. അമേരിക്കൻ മുന്നേറ്റ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ബലോഗൺ. അദ്ദേഹത്തിന് പ്രീ ക്വാർട്ടറിൽ ഇറങ്ങാൻ സാധിക്കുന്നത് അമേരിക്കൻ ഫുട്ബോൾ ടീമിന്റെ വലിയ നേട്ടമാണ്. പക്ഷേ ഫിഫയുടെ അപ്രതീക്ഷിതമായ തീരുമാനം, അതായത് കളി തുടങ്ങാൻ മണിക്കൂറുകൾ ശേഷിക്കുള്ള തീരുമാനം ഏറെ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ്. മുൻ ഫുട്ബോൾ താരമായ തിയറി ഹെൻറി പറയുന്നത് പെട്ടെന്നുള്ള തീരുമാനം ബെൽജിയത്തിന്റെ പദ്ധതികളെല്ലാം തകിടം മറിക്കുന്നതാണ് എന്നാണ്. ഫിഫയുടെ തീരുമാനം അത്ഭുതപ്പെടുത്തിയെന്നാണ് റോയൽ ബെൽജിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതികരിച്ചത്. ഈ തീരുമാനം ഫിഫയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും നിയമപരമായി നേരിടുമെന്നുമാണ് ബെൽജിയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ തീരുമാനത്തെ ആഘോഷിക്കുകയാണ് അമേരിക്ക. വിധി സ്വാഗതം ചെയ്ത ട്രംപ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു അമേരിക്കൻ താരത്തിന്റെ കാര്യത്തിൽ മാത്രം ഫിഫ ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത് എന്താണെന്നാണ് വിമർശകർ ചോദിക്കുന്നത്. അതും ട്രംപുമായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ സംസാരിച്ച ശേഷം. നേരത്തെ തന്നെ ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും അമേരിക്കയുടെ ഏകപക്ഷീയ നടപടികളോടുള്ള ഫിഫയുടെ മൗനത്തെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ ഉയർന്നതാണ്. പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവവികാസം കൂടി.